നമസ്കാരം. യോഗി ആദിത്യനാഥ് ഗവൺമെന്റിന് സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ജസ്റ്റിസ് ഹൃഷികേശ് റോയ്, ജസ്റ്റിസ് ഭട്ടി എന്നിവരുടെ ബെഞ്ചിൽ NGOയും മഹുവ മൈത്രയും കൊടുത്ത UPയിൽ എല്ലാവരും കടകൾക്ക് മുമ്പിൽ അവരുടെ പേര് പ്രദർശിപ്പിക്കണം എന്നുള്ള ഡയറക്റ്റീവ് ഒരു ഇന്ററിം ഓർഡർ വഴി സുപ്രീം കോടതി പോസ് ചെയ്തിരിക്കുകയാണ്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം അവരുടെ പേരുകൾ എഴുതി വെക്കണമെന്നുള്ള തികച്ചും ദുരുദ്ദേശപരമായ, തികച്ചും വിദ്വേഷം ജനിപ്പിക്കാനും അടിയിലൂടെ മുസ്ലിം സഹോദരങ്ങൾക്ക് പണി കൊടുക്കാനുള്ള ആ നീക്കം സുപ്രീം കോടതിയായിട്ട് തടഞ്ഞത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. അത് കൻവർ യാത്രയുടെ അല്ലെങ്കിൽ കാവടി യാത്രയുടെ ശോഭ വർദ്ധിപ്പിക്കുകയുള്ളൂ. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ ഇത് ഒരു കാവടി യാത്രയ്ക്ക് വേണ്ടിയല്ല, ഇതൊരു ഹിന്ദു പിൽഗ്രിമേജിന് വേണ്ടിയല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് അവിടെ ഒരു ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കുക വഴി സ്വന്തം രാഷ്ട്രീയം ഉറപ്പിക്കാൻ വേണ്ടി യോഗിജിയോ അല്ലെങ്കിൽ യോഗിജിയോട് കൂടെ നിൽക്കുന്നവരോ അവിടുത്തെ പോലീസുകാരെ ദുരുപയോഗം ചെയ്യുന്നത് മാത്രമാണ്. അല്ലാതെ ഇത് വെജിറ്റേറിയനിസം ഒന്നുമല്ല. ഇന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി അതിശക്തമായ അതിനെ എതിർത്ത് ഒരു നിലപാടുമായി വന്നത് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന മഹുവ മൊയ്ത്ര, നമുക്കെല്ലാം അറിയുന്നത് പോലെ വെസ്റ്റ് ബംഗാളിലെ ഫിയറി ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ അവരൊരു ഫയർ ബ്രാൻഡാണ്. അപ്പോൾ അവർ സുപ്രീം കോടതി അപ്രോച്ച് ചെയ്തു, ഒരു NGO സുപ്രീം കോടതി അപ്രോച്ച് ചെയ്തു. സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് ഇത് കേൾക്കുകയുണ്ടായി. അത് ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഡയറക്റ്റീവിൽ ഇത് ഇന്ററിം ഓർഡറിലൂടെ പോസ് ചെയ്യുന്നു, ഇടക്കാല ഉത്തരവിലൂടെ പോസ് ചെയ്യുന്നു. അതോടൊപ്പം ഒരിക്കലും യാതൊരു വിധത്തിലുള്ള ആൾക്കാരെയും ഫോഴ്സ് ചെയ്യരുത്. അതായത് അവിടുത്തെ ഈ സെല്ലേഴ്സിനെ, അവിടുത്തെ പാവപ്പെട്ട കച്ചവടക്കാരെ അങ്ങനെ പേരെഴുതി വെക്കാൻ ഫോഴ്സ് ചെയ്യരുതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി കാണരുത്, ഇത് ആത്മീയ പ്രശ്നമാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ചിലരുടെ ആൾക്കാരുടെ മനസ്സിലെ കാലുഷ്യമാണ്, വർഗീയതയാണ്, വിഭാഗീയതയാണ്, വിദ്വേഷമാണ്. അവരെ കൂടി പറഞ്ഞ് നന്നാക്കാനുള്ള ഒരു അവസരമാണ്. ഇത് വേറൊരാൾക്ക് മേലിൽ നേടിയ വിജയമാണെന്നൊന്നുമല്ല നമ്മൾ കരുതേണ്ടത്. പകരം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെ ഒരുമിച്ച് ചേർത്ത് നിർത്തുക. നാളെ ഇത് നമുക്കാണ് അനുഭവിക്കേണ്ടി വന്നെങ്കിൽ എന്ന് ആലോചിക്കുക. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, മിഡിൽ ഈസ്റ്റിൽ, ദുബായിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിലടക്കം ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ ഹിന്ദുക്കൾ കുറേ വ്യാപാരം ചെയ്യുന്നു. അവിടുത്തെ ഏതെങ്കിലും ഉത്സവം വരുമ്പോൾ ഹിന്ദുക്കൾ എന്ന പേര് നിങ്ങൾ എഴുതി വെക്കണം, അല്ലെങ്കിൽ നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് വിഷമം തോന്നില്ലേ? ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിലെ പലപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കും ബാക്കിയുള്ളവർക്കും തോന്നുന്നു. അപ്പോൾ ഈ അപരവൽക്കരണം അത് ആർഷഭാരത സംസ്കാരത്തിനെതിരാണ്, നമ്മുടെ നന്മയ്ക്കും ആത്മാവിനും എതിരാണ്, മഹാത്മാഗാന്ധിക്കെതിരാണ്, വിവേകാനന്ദനെതിരാണ്, ഭരണഘടനയ്ക്കെതിരാണ്, ബാബാ സാഹിബ് അംബേദ്കർക്കെതിരാണ്. സുപ്രീം കോടതിയുടെ നീക്കം വളരെ സന്തോഷജനകമാണ്. ഈ നാട്ടിൽ ഇനിയും ന്യായവും നീതിയും നിയമവും ധർമ്മവും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സുപ്രീം കോടതിയുടെ ഈ വലിയ നീക്കത്തിന്. സുപ്രീം കോടതിയുടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഇത് യഥാർത്ഥത്തിൽ തിന്മയ്ക്ക് മേൽ നന്മ നേടുന്ന വിജയമാണ്, അധർമ്മത്തിന് മേൽ ധർമ്മം നേടുന്ന വിജയമാണ്, വിദ്വേഷത്തിന് മേൽ സൗഹാർദ്ദവും സ്നേഹവും സാഹോദര്യവും നേടുന്ന വിജയമാണ്. ഈ വിജയം സാധ്യമാക്കിയ മഹുവ മൊയ്ത്രയ്ക്കും എനിക്ക് തോന്നുന്നു അഭിഷേക് മനു സിംഗ്വിയാണ് സുപ്രീം കോടതിയിൽ വാദിച്ചത്. ഏതാനും നിമിഷങ്ങളെ ആയുള്ളൂ ഈ ഉത്തരവിറങ്ങിയിട്ട്. അദ്ദേഹത്തിനും എല്ലാവർക്കും അതിൽ ആശംസകൾ നേരുന്നു. ഇത് ഭാരതത്തിൻ്റെ വിജയമാണ്, ഇന്ത്യയുടെ വിജയമാണ്, നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിജയമാണ്. ജയ് ഹിന്ദ്, വന്ദേ മാതരം.